MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. അഭിജിത്തിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ആലുവ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഭിജിത്തിന്റെ ആത്മഹത്യയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ആലുവ SP ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതിയാണ് ആലങ്കാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത്. അഭിജിത്ത് മരണപ്പെട്ട് 1 മാസത്തിനു ശേഷമാണ് FIR പോലും പോലീസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് ആക്ഷേപം. ഒരുപാട് കേസുകൾ തെളിയിച്ച കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് കേസുകൾ പരിഹാരം കണ്ടെത്തിയ ഒരു വിഭാഗമാണ് കേരള പോലീസ്. നല്ല ബുദ്ധി സാമർഥ്യവും കഴിവും യോഗ്യതയൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യന്മാരുള്ള ഒരു വിഭാഗമാണ് കേരള പോലീസ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ചെറിയ കേസ്, ചെറുതെന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ട് പിടിക്കാവുന്ന ഒരു കേസ് ഏതാണ്ട് 3 മാസത്തോളമായിട്ട് പ്രതികളെ നമ്മൾ ഈ നാട്ടിൽ വളരെ സുലഭമായി നടത്തുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കേരള പോലീസിനൊരു അപമാനമാണ്. കേരള പോലീസിന്റെ ഒരു വിശ്വാസ്യത കെടുത്തുന്ന ഒരു പരിപാടിയാണ്. കേരള പോലീസ് ഈ പ്രതികളെ പിടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അവരുടെ ഒരു വിശ്വാസ്യത പോകുന്ന ഒരു സംഗതിയാണ്. അത്ര ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇന്ത്യയിലെ തന്നെ ഈ പോലീസ് സേന തീർച്ചയായിട്ടും ഈ നീതി ഇവിടെ പുലർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും വിഭാഗീയമായ ചിന്താഗതി വെച്ചുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അന്തസ്സ് പോകുക എന്നല്ലാതെ അവരെ എന്നാണ്. അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മരണപ്പെട്ട് 3 മാസം ആവാറായിട്ടും ഒരു പ്രതിയെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ SP ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. അഭിജിത്തിന്റെ മാതാപിതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു. ജനകീയ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KH സദക്കത്ത്, ഫ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി മുഫീദ് കൊച്ചി, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഇടയാർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മാർച്ചിന് ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുൽ അദൽ, ജില്ലാ സെക്രട്ടറി ഫസീല, സെക്രട്ടേറിയറ്റ് അംഗം അസ്ലം, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി MK ജമാലുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുനീറ, ജാസ്മിൻ സിയാദ്, ആലുവ മണ്ഡലം പ്രസിഡന്റ് റിയാദ് മുഹമ്മദ്, കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസുകാരും അതിന് സമാധാനം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അത് ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഓഫീസിന് മുമ്പിൽ വന്നിട്ട് നമ്മൾ വർത്താനം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് വളരെ നിഷ്പ്രയാസം കേരള പോലീസിന്റെ ഒരു വിഭാഗം ഒറ്റ ദിവസം കൊണ്ട് പിടിക്കാവുന്ന സംഗതിയേ ഉള്ളൂ. തീർക്കാവുന്ന ഒരു കേസാണത്. തീർക്കാവുന്നതല്ല, കൈകാര്യം ചെയ്യാവുന്ന ഒരു കേസാണ്. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് ബഹുമാന്യനായ പോലീസ് സൂപ്രണ്ട് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അങ്ങ് പരിഗണിക്കണം. ഈ മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസം നൽകുന്ന, അവർക്ക് സത്യത്തിൽ മറ്റുള്ളവരെ ഒന്നും ചെയ്യണം, അവർ കൊല്ലണമെന്നല്ല ഈ പറയണത്. ന്യൂസ് ബ്യൂറോ, ആലുവ.